ആണ് കാണിക്കണം. എല്ലാവരും ഉണ്ടാക്കണതാണ് പച്ച മാങ്ങ. ഞാൻ എൻ്റേതായ രീതിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഭയങ്കര ചൂടായി തുടങ്ങിയതുകൊണ്ട് ഇപ്പം എപ്പോഴും എല്ലാവർക്കും തണുത്തത് കുടിക്കാനല്ല ഇഷ്ടം. അപ്പം നമുക്ക് ഈ ജ്യൂസ് ഉണ്ടാക്കാം. അപ്പോൾ ഈ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല മാങ്ങ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, നാട്ടിൽ ഇവിടെ എനിക്ക് എപ്പോഴും അങ്ങനെ കടയിലൊന്നും കാണാറില്ല. നാട്ടിലൊരു മാങ്ങയുണ്ട്, മൂവാണ്ടൻ എന്ന് പറയുന്ന മാങ്ങ. എടവനക്കാടൊക്കെ എറണാകുളത്തൊക്കെ അങ്ങനെയാണ് പറയണത്. ഒരു തൊലിയുമ, ഒരു ലൈറ്റ് കളർ തൊലിയുമ ചെറിയ വെള്ള കുത്ത് പോലെ ഇങ്ങനെ ഉണ്ടാവും ആ മാങ്ങ ഇതുപോലെ ഒരു ചെനച്ച് വരുന്നൊരു ഇതുണ്ട്, പഴുക്കയില്ല പച്ചയില്ലാത്തൊരു ഭാഗം. ആ ഭാഗത്തിൽ അടിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. ഇപ്പം എനിക്ക് ആ മാങ്ങ കിട്ടിയിട്ടില്ല. ആ മാങ്ങയ്ക്കാണെങ്കിൽ ഒരുപാട് പുളിയില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ആ മാങ്ങയിൽ ജ്യൂസ് അടിച്ചാൽ. അപ്പം ഇപ്പം ഞാൻ ഈ മാങ്ങ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പുളിയൊക്കെ ഉള്ളൊരു മാങ്ങയാണ്. അപ്പം ഞാനിത് 2 ചെറിയ മാങ്ങ കുഞ്ഞ് പീസസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനൊരു കുഞ്ഞ് പീസ് പച്ചമുളകും ഒരു കുഞ്ഞ് പീസ് ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. കണ്ണിൽ കാണാൻ പോലും പറ്റാത്ത അത്രയും കുഞ്ഞ് പീസാണ്. അതൊരു ചെറിയൊരു ഫ്ലേവർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് കൂടിപ്പോയാൽ ഇഞ്ചിയുടെ ഭയങ്കര കുത്തു വരും, അതുകൊണ്ടാണ് എത്ര കുഞ്ഞ് പീസ് ഇട്ടേക്കണം. പിന്നെ പച്ചമുളക് വേണമെങ്കിൽ ഇനിയും കൂട്ടാം, നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പം അങ്ങനെ ഇപ്പം എനിക്ക് മോൾക്കും കൂടി കൊടുക്കുന്നതുകൊണ്ട് ഞാൻ എത്ര ഇടണുള്ളൂ. അപ്പം ഒരുപാട് ആവാത്തതായിരിക്കും നല്ലത്. അപ്പം നമുക്ക് മാങ്ങ ആദ്യം തന്നെ നമ്മുടെ ഒരു അടിക്കാനുള്ള ബൗളിലേക്ക് ഇടാം. ഈ ഇഞ്ചിയും പച്ചമുളകും കൂടി ഇടാം. എന്നിട്ടുണ്ടല്ലോ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം അത് മാങ്ങനെ അടിച്ചെടുക്കാം. ഫുള്ള് ജ്യൂസ് അടിക്കാനുള്ള വെള്ളം എടുക്കാതെ ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇന്ന് അടിച്ചെടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് ബാക്കി പഞ്ചസാരയും ഐസ് ക്യൂബ്സൊക്കെ ഇട്ടിട്ട് ബാക്കി അടിക്കാം. ഇപ്പം ഞാൻ ആ മാങ്ങ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് വെള്ളവും ഐസൊക്കെ ഇട്ട് ഒരുമിച്ച് അടിക്കുമ്പോൾ എന്താ വെച്ചാൽ ചിലപ്പോൾ മാങ്ങ വിചാരിക്കുന്ന പോലെ അടിഞ്ഞ് കിട്ടൂല. അവിടെ ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞ് പീസസ് ആയിട്ട് അവിടെ ഇവിടെയൊക്കെ കിടക്കും. അപ്പോൾ അതിനേക്കാൾ എളുപ്പമാണ് ഇങ്ങനെ അടിക്കാനായിട്ട്. അപ്പം നമ്മൾ മാങ്ങയുടെ ഇങ്ങനെ അടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇപ്പോൾ ഈ മാങ്ങ നോക്കുമ്പോൾ ഒരു അത്യാവശ്യം നല്ല പുളിയുണ്ട്. ഞാൻ കുറച്ചധികം ഐസ് ക്യൂബ് ചേർക്കണമുണ്ട്. അതുകൊണ്ട് ഞാനൊരു 6 ടേബിൾ സ്പൂൺ ഷുഗർ ഇടുന്നുണ്ട്. ഈ ജ്യൂസിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 3 ഗ്ലാസ് ജ്യൂസ് കിട്ടും കേട്ടോ. ഇത് അടിച്ച് വരുമ്പോൾ ഐസും കൂടി ചേർക്കണമുണ്ട്. 6 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളുപ്പ്, അറിയാം പുള്ളിയൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പ്, ഒരു പിഞ്ച് മതി. കുറച്ച് ഐസ് ക്യൂബ്സ് ഇടാം. ഐസിൻ്റെ ഉള്ളിൽ പിടിച്ചിരിക്കുകയാണല്ലോ. അപ്പം കുറച്ചധികം ഐസ് ക്യൂബ്സ് ഇട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഈ ഐസ് ക്യൂബ്സ് കുറച്ചധികം ഇടുമ്പോൾ എന്താ വെച്ചാൽ അപ്പോൾ ഷുഗറും ഒക്കെ ബാലൻസ് ആവും. ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചെടുക്കാം. ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ ആണെങ്കിൽ ഒഴിക്കാമെന്ന് തോന്നുന്നു വെള്ളം. പിന്നെ നമ്മളുണ്ടല്ലോ ഇതിലൊരു കുഞ്ഞി കഷ്ണം ഇഞ്ചിയും പച്ചമുളകും അല്ലേ ഇട്ടത്. പക്ഷേ എന്നാൽ പോലും ഉണ്ടല്ലോ ഈ ജ്യൂസ് ഇപ്പം ഞാനിങ്ങനെ ഒരു പൾപ്പ് പോലെ അരച്ചെടുത്തപ്പോൾ അതിൻ്റെ ഫ്ലേവർ ഇത് തുറക്കുമ്പോൾ വന്നിട്ടാ. അപ്പോൾ അതാണ് നിങ്ങളിപ്പോൾ വേണമെങ്കിൽ ഇഞ്ചിയും പച്ചമുളകും ഇല്ലാണ്ട് അടിച്ചു നോക്കണം, അത് ഇട്ടും അടിച്ചു നോക്കണം. അപ്പോൾ അത് രണ്ടും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിൻ്റെ വ്യത്യാസം. കുറച്ചുകൂടെ ഐസ് ക്യൂബ്സ് വരുന്നത്. ഇനി നമുക്കിതൊരു ബ്ലെൻഡറിൽ അടിച്ചിട്ട് നമുക്ക് വെറുതെ സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഞാൻ ജ്യൂസ് അടിച്ചിട്ട് അരിക്കേണ്ടിയൊന്നും വരില്ല കേട്ടോ. നമ്മൾ ആദ്യം ഒന്ന് പൾപ്പ് പോലെ ആക്കണോണ്ട് എളുപ്പം അടിക്കാൻ പറ്റും. അരിക്കേണ്ടിയൊന്നും വരില്ല. ജ്യൂസ് അടിച്ച് ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് കറക്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ 3 ഗ്ലാസ് ജ്യൂസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ച് നിങ്ങളുടെ അളവ് അഡ്ജസ്റ്റ് ചെയ്യുക. ഈ ജ്യൂസ് ഉണ്ടല്ലോ നിങ്ങൾ ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. നമ്മളൊരു കുഞ്ഞ് കഷ്ണം ഇഞ്ചിയും പച്ചമുളകാണ് ഇട്ടതെങ്കിലും ഉണ്ടല്ലോ അതിൻ്റെ ഫ്ലേവർ ഈ ജ്യൂസിലുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ഇങ്ങനെയും അല്ലാണ്ടും വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ജ്യൂസാണ്. നമ്മൾ ഈ ചൂടുള്ള സമയത്തുണ്ടല്ലോ ശരിക്കും ശരീരം തണുക്കാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ജ്യൂസാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നാട്ടിലുള്ളവർക്കാണെങ്കിൽ മാങ്ങ ഇഷ്ടം പോലെ കിട്ടാനും ഉണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.